ഇല്ലില്ല, കൊറോ സിംഗിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. 1 കോടിയിൽ നിന്ന് 5 പൈസ കുറയത്തില്ല. രാഹുലിനെയൊക്കെ എപ്പോഴേ വിറ്റ് ബോധിച്ച്. ആലോചിച്ചിട്ടൊക്കെ വിളി. സാർ ഭയങ്കര ബിസിയാണല്ലോ. ഒന്നും പറയണ്ടോ, ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നതിന് ശേഷം ഫോൺ താഴെ വയ്ക്കാൻ പറ്റിയിട്ടില്ല. കൊറോ സിംഗിനെ വിൽക്കുന്നുണ്ടോ, ലൂണെ വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിയോട് വിളിയാ. നമ്മളിങ്ങനത്തെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്ന അമ്മമാർക്ക് അറിയാം. പഞ്ചാബുമായിട്ട് 9 പേരെയൊക്കെ വെച്ച് ജയിച്ചെന്ന് പറയുന്ന കേട്ട്. മരണക്കളിയായിരുന്നു സാറേ. ലാസ്റ്റ് 20 മിനിറ്റ് 9 പേരെയും വെച്ച് ബസ്സും ട്രെയിനും വരെ ഞാൻ ഡിഫൻസിലുണ്ടാക്കി. അപ്പൊ ഈ 11 പേരെ വെച്ച് കളിക്കുന്നതാണ് പ്രശ്നം. അടുത്ത ആളിയോട്ട് 9 പേരെ വെച്ച് കളിച്ചാൽ മതി. എന്നിട്ട് സ്കോഡും കുറച്ച് മതിയല്ലോ, ബാക്കിയുള്ളവരെയും കൂടെ അങ്ങ് വെക്കാം. ഒരു ഫോട്ടോ തരുമോ? പേഴ്സി വെക്കാനായിരിക്കും. അല്ല, ചുമരി തൂക്കി മാലയിടാൻ. ഇങ്ങനെ പോയാൽ നിങ്ങൾ വൈകാതെ പടമാവും. അതുപോലെ പുതിയ കോച്ചിനെ ഒന്നും നോക്കുന്നില്ലേ? താനുള്ളപ്പോ ഇനി വേറെ കോച്ച് എന്തിനാ? അല്ല സാറേ, ഇത്രയും കോച്ചന്മാര് വന്നിട്ട് ഒന്നും നടന്നില്ല. താൻ എങ്ങാണോ ആ കപ്പ് എടുത്തു കൊടുത്ത പിന്നെ താൻ ആരാ? ഞാൻ ആരാ ഏട്ടാ? ബ്ലാസ്റ്റേഴ്സിനെ കപ്പെടുപ്പിച്ച ദ ലെജൻഡറി കോച്ച്. ഇത് കണ്ടാ രോമ എണീറ്റത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, താൻ പോയി എല്ലാവരും നല്ലോണം കോച്ച് ചെയ്യിപ്പീര്. എന്നാലും രാഹുലിനെ ഇപ്പൊ വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എത്ര നാളെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന പോയി രക്ഷപ്പെട്ട്. ഇതിപ്പോ അടുത്താളി അവൻ നമുക്കെതിരെ കളിക്കും. അതിന് അടുത്താളി ഒഡീഷയായിട്ടാണ്. തന്നെ അതിലെങ്ങാണ് രാഹുൽ ഇറങ്ങി നമുക്കെതിരെ ഗോൾ അടിച്ച നിങ്ങളുടെ ബെട്ടിയിൽ അവസാന താണിയായിരിക്കും ആ ഗോള്. പുരുഷണ്ണ വന്ന് നമ്മുടെ ഡിഫൻസ് തെറ്റി എല്ലാവർക്കും യെല്ലോ റെഡാ കിട്ടിയിരിക്കുക. താനുള്ളപ്പോ എനിക്ക് വേറെ ഡിഫൻസ് എന്തിനാ? ഞാനോ? ഇതൊക്കെ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. വാ, ഞാൻ പറഞ്ഞുതരാം.